രക്ഷിക്കണേ എന്ന കരച്ചിലാണ് ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നത്. ഒരു കുടുംബം പോലെ കഴിഞ്ഞവരിൽ പലരും ഇന്ന് കൂടെയില്ല. നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ് മുണ്ടക്കൈ നിവാസിയായ നിസ്സാർ. സോണൽ കൃഷ്ണയുടെ റിപ്പോർട്ട്. എനിക്ക് പുറകിൽ കാണുന്ന ഈ ഒരു വീട് ഇത് നിസാർ ഖാന്റെ വീടാണ്. അപകടം നടക്കുന്ന സമയത്ത് നിസാർ ഖാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, കുടുംബം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം ഇവിടെ എത്തി മനസ്സ് പൊട്ടി നിൽക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. എൻ്റെ വീടാണിത്. ഞാനും കുടുംബം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആ സമയത്ത് മീനങ്ങാടിയിലായിരുന്നു താമസം. അങ്ങനെ ഒരു 1-1:30 മണിയായപ്പോഴാണ് ഞങ്ങൾ ഇത് വിവരം അറിഞ്ഞ് 2 മണിയായി കാണും. 2 മണിയായപ്പോൾ വിവരം അറിഞ്ഞ് ഞാൻ എൻ്റെ അടുത്തുള്ള ഗഫൂർ എന്ന് പറഞ്ഞ അവനക്ക് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു എടാ കുട്ടികൾ ഒച്ചകെട്ട് വിളിച്ചിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഞാനും പെണ്ണുങ്ങളും കുട്ടികളും കൂടിയും മദ്രസിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾ ചളിയൊക്കെ ആയിരുന്നു, ചളിയും വെള്ളമൊക്കെ വീട്ടിലേക്ക് കയറുന്നത് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. വേറൊന്നും അറിയില്ല, രാത്രിയാണ്, എന്താണ് സംഭവിക്കുന്നത് അറിയില്ല, കറണ്ടില്ല, വെളിച്ചല്ല എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഈ ഭാഗത്തൊക്കെ വീടുകളായിരുന്നു. ഈ ഭാഗത്തുള്ള ഒരുപാട് വീടുകളുണ്ട്. അതായത് തൊട്ടടുത്ത് ഞങ്ങൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയുണ്ട്, റുക്കേച്ചി എന്നറിയും. റുക്കേച്ചിന് ഞാൻ ആദ്യം വിളിച്ചത്, അപ്പോൾ ഇത് സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരുടെ ഫോണിലേക്കാണ് വിളിച്ചത്. അവരെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ അവർക്ക് ഔട്ട് ഓഫ് കവറേജ് ഏരിയ പറഞ്ഞു. മകളെ ഉണ്ട്, പേരക്കുട്ടിൻ്റെ ഫോണിലേക്ക് ഭാര്യ വിളിച്ച്, അപ്പോഴും ഔട്ട് ഓഫ് കവറേജ് ഏരിയ പറഞ്ഞു. മൂപ്പരൊരു മകനുണ്ടായിരുന്നു. മകൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ ആദ്യം റിങ് അടിച്ച്, കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും അടിച്ചു നോക്കുമ്പോൾ സ്വിച്ച് ഓഫായി. അങ്ങനെയാണ് സംഭവമുള്ളത്. അങ്ങനെ ഞാൻ ഇവരോട് വീണ്ടും വിളിച്ച് ചോദിച്ചു, ഗഫൂറെ എങ്ങനെ റുക്കേച്ചിൻ്റെ അവിടേക്കൊന്നും വിളിച്ചു, ഒന്നും അറിയില്ലടാ, അവിടുന്ന് കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ വിളി വരെ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. എവിടെയാണ് എങ്ങനെയാണ് പൊട്ടി വരുന്നത് ഒന്നും അറിയാത്തൊരു അവസ്ഥയായിരുന്നു. ഈ കാണുന്ന പോലെ ഇവിടെ ഇതിന്റെ തൊട്ടടുത്ത് 5-6 വീട് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ വീട്ടിലുള്ള ഒരുവിധ ആളുകളൊന്നും കിട്ടിയിട്ടെന്നല്ല. അവരെ കുറഞ്ഞ ആളുകളെ കിട്ടിയിട്ടുള്ളൂ. ഇതിന്റെ ബാക്കിലുള്ള നാസർ ഖാന്റെ വീട്, റുക്കി ചേച്ചിന്റെ വീട്, മൊയ്തിറ്റിക്കാന്റെ വീട്, സുദേവന്റെ വീട്, ഷൗക്കത്തിന്റെ വീട്ടിലുള്ള ആളുകൾ അതിലെ കയറിയിട്ട് മേലേക്ക് കയറിയിട്ട് 2 ആളുണ്ടായിരുന്നുള്ളൂ. ചെറിയ പരിക്കുണ്ട്, അവർ രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞത്. അതായത് ആ സമയത്ത് വിളിച്ചപ്പോ വിളിച്ച് കരയുന്ന കേട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സംഭവമുള്ളത്. ആർക്കും വന്നു നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. രാത്രിയാണ്, ഇരുട്ടാണ്, ഭയങ്കര ചളി. എവിടുന്നാണ് ഇത് വരുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. ഈ കാണുന്ന പ്രദേശമൊക്കെ വീടുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ പ്രദേശത്ത് ഇത് ഈ സൈഡിൽ കൂടെ അങ്ങനെ അങ്ങനെ ഒരുപാട് അങ്ങോട്ട് കുറേ ആണ്ട് പോകാനുണ്ട്. അവിടെയൊക്കെ വീടുകളായിരുന്നു. അങ്ങനെ ലാസ്റ്റ് വിജയന്റെ വീട്, അതിൻ്റെ അപ്പുറത്ത് സുബ്രഹ്മണ്യന്റെ വീട്ടിലൊക്കെ 18 ആളോളം ഉണ്ടായിരുന്നാ പറഞ്ഞത്. അതായത് ഇതിന്റെ കുറച്ച് മുകളിലുള്ള അവരുടെ വീട്, അവർ പാലം പോകുന്നു വിചാരിച്ചിട്ട് ഇവിടെ വന്ന് താമസിച്ചിരുന്നു. അപ്പൊ അവരൊക്കെ വളരെ എല്ലാവരും ഒന്നിച്ച് പോയി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര വിഷമമുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് ഈ പാടിയിൽ ആദ്യം താമസിച്ചതാണ്, ഞങ്ങൾ അടുത്തടുത്ത്. അപ്പോൾ അവരൊക്കെ ഒരാളെയും ഇല്ലാതെ അവർ കാണാൻ പോലും പറ്റാതെ പോയി എന്ന് പറയുമ്പോൾ വലിയ വിഷമമുണ്ട്. എന്തായാലും ഓരോ കഥകൾ കേൾക്കുമ്പോൾ സങ്കടമെന്നല്ലാതെ അതിലപ്പുറം ഒന്നും പറയാനില്ല. കാരണം എൻ്റെ വീട് നഷ്ടപ്പെട്ടു, ഇവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം, അതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് പറയുന്നു. നിലവിളി കേട്ടതൊക്കെ ഈ ഭാഗത്തു നിന്നാണ്. സങ്കടത്തോടെ അല്ലാതെ ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഈ നിമിഷവും പറയാനുള്ളത്. കൃഷ്ണകുമാറിനൊപ്പം ഈ സോണൽ കൃഷ്ണ, ജനം.